അല്ല, ആ വിലയിരുത്തൽ എത്രമാത്രം ശരിയാണെന്ന് റിസൾട്ട് വന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ, പച്ചൊടുകയില്ല എന്നുള്ളത്. പൊതുവെ നമ്മൾ കാണുന്നത് 2016 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം വളരെ പ്രധാനമായൊരു ലീപ്പ് നടത്തിയിരുന്നു. ലീപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ ത്രഷോൾഡ് മറികടന്നുകൊണ്ടുള്ള വോട്ട് പെർസെൻറ്റേജ് അവർ നേടി. അതിന് പ്രധാനപ്പെട്ട കാരണം BDJS എന്ന് പറഞ്ഞൊരു പുതിയ പാർട്ടി NDA മുന്നണിയിൽ വരികയും അത് സംസ്ഥാനത്തെ വോട്ട് ബാങ്കിൽ ഒരു ഇളക്കം ഉണ്ടാക്കുകയും ചെയ്തെന്നുള്ളതാണ്. പ്രതീക്ഷിതമായ ചില മണ്ഡലങ്ങളിൽ, ഉദാഹരണത്തിന് ചാത്തന്നൂർ പോലുള്ള മണ്ഡലങ്ങളിൽ NDA സ്ഥാനാർത്ഥി BDJS സ്ഥാനാർത്ഥികൾ രണ്ടാം സ്ഥാനത്ത് വരുന്നു. ചില മണ്ഡലങ്ങളിൽ അങ്ങനെ വലിയ തോതിൽ ഒരു ത്രഷോൾഡ് മറികടന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചു മോദി വന്ന് രണ്ട് വർഷത്തിന് ശേഷം ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പിൽ BJP ഒരു നിർണായക ശക്തിയാവാൻ പോവുകയാണ്. പക്ഷേ പിന്നീട് നാം കാണുന്നത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലാവട്ടെ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിലാവട്ടെ BJPക്ക് ആ പ്രകടനം നിലനിർത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവർ താഴേക്ക് പോവുകയാണ് ചെയ്തത്. 2021 ഗണ്യമായി BJP വോട്ടുകൾ NDA വോട്ടുകൾ കുറയുന്നൊരു കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പോൾ അതേക്കുറിച്ച് ഈ BJP ക്യാമ്പിൽ തന്നെ പലതരത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതായത് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ അതിശക്തമായൊരു തരം അവിശ്വാസം സംഘപരിവാർ അണികൾക്കിടയിൽ വർദ്ധിച്ചു വന്നു. ഇവരൊക്കെ ഇലക്ഷനിൽ മത്സരിക്കുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്, വെറുതെ മത്സരിച്ച് തോറ്റു കൊടുക്കുകയാണ്, ഇഷ്ടംപോലെ ക്യാഷ് വരും മോദിയായി നിന്ന്, അതൊക്കെ വാങ്ങിച്ച് ഇവർ പുട്ടടിക്കുകയാണ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ രൂക്ഷമായ എതിർപ്പും വിമർശനവും എന്ന് മാത്രമല്ല BJP എന്ന പാർട്ടി അവർ KJP എന്ന് വിളിക്കാൻ തുടങ്ങി. കേരള ജനതാ പാർട്ടിയാണിത്, ഇവർക്ക് മറ്റേ BJP ആയിട്ട് ഒരു ബന്ധവുമില്ല, ഇത് വേറെ തന്നെ സാധനമാണ്. ഇവരൊന്നും മോദി വന്നതിന് ശേഷം ഉണ്ടാക്കിയ ആനുകൂല്യങ്ങൾ ഒന്നും മുതലെടുക്കാൻ കഴിയാത്ത കഴിവ് കെട്ട ഒരു നേതൃത്വമാണ് എന്ന വിമർശനം അതിരൂക്ഷമായിരുന്നു. അത് ശ്രീധരൻപിള്ളയ്ക്കെതിരെ ആവട്ടെ, കുമ്മനത്തിനെതിരെ ആവട്ടെ, സുരേന്ദ്രനെതിരെ ആവട്ടെ, എല്ലാവരെയും ഒരേപോലെയാണ് അവർ ആക്രമിച്ചുകൊണ്ടത്. അതായത് സംഘപരിവാർ അണികൾക്ക് ഇവരെ വിശ്വാസമില്ല എന്ന നിലയിലെത്തിയപ്പോഴാണ് ഒരു ഏലിയൻ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖറെ കേരളത്തിലേക്ക് നിയോഗിക്കുന്നത്. അദ്ദേഹം നിയുക്തനായപ്പോൾ സ്വാഭാവികമായും പ്രതീക്ഷിച്ച ഒരു കാര്യം, കേരളത്തിൽ BJP പിന്തുണയ്ക്കുന്ന ഒരു എലീറ്റ് മധ്യവർഗ അല്ലെങ്കിൽ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ആളുകൾക്ക് ഇദ്ദേഹം സ്വീകാരനാവുകയും ആ പോയ അവിശ്വാസം തിരികെ വരികയും വോട്ട് തിരികെ കൊണ്ടുവരികയും ചെയ്യുമെന്നുള്ളതായിരുന്നു. അത് ഒരു പരിധി വരെ ശരിയാണ് നമ്മൾ തെളിഞ്ഞത്. ആ ഒരു ഇത് തെളിഞ്ഞത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അവർ കോർപ്പറേഷൻ ഭരണം പിടിച്ചു. അതായത് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള വോട്ട് നേട്ടം, അത് LSC തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടാക്കിയ നേട്ടം. പക്ഷേ ഇത് ഒരു ഓൾ കേരള പ്രതിഭാസമായി രാജീവ് ചന്ദ്രശേഖരന് ഒരു പാൻ കേരള അക്സെപ്റ്റൻസ് ഉണ്ടോ എന്നുള്ളൊരു നിർണായക ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ്. അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് നോക്കാം, ഇതിന് തൊട്ട് മുമ്പ് നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. രാജീവ് ചന്ദ്രശേഖർ ഞങ്ങൾ മത്സരിക്കുന്നില്ല, ഞങ്ങളുടെ ശ്രദ്ധ LSC തെരഞ്ഞെടുപ്പിലാണ്, ഞങ്ങളത് ശ്രദ്ധിക്കുന്നില്ല എന്ന് ആദ്യം പറഞ്ഞു. പിന്നീടാണ് അവർ സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ച് നിർത്തിയത്. ഒരു കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ തവണത്തെ സ്കോഡ് നോക്കുക, BJPയുടെ സ്കോഡ് നോക്കുക, BJPയുടെ മാത്രമല്ല മൊത്തം ഇന്ത്യയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പരിശോധിക്കുക. അവർ ഈ തെരഞ്ഞെടുപ്പിനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ്. ആ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ 2020 പോലൊരു പാർട്ടി കൊണ്ടുവരുന്നു. ആ പാർട്ടി ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിനെ സീരിയസ് ആയിട്ട് എടുക്കാത്ത കുറേ സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്യുന്നു. അവരുടെ തമാശകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ. ഇൻസ്റ്റ തുറന്നു പോയി കഴിഞ്ഞാൽ അവരുടെ പ്രചാരണ സമയത്തുള്ള തമാശകളാണ്. ചക്ക മാങ്ങ തേങ്ങ എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നു, ഭയങ്കര. അതല്ല, സ്ഥാനാർത്ഥികൾക്ക് വോട്ടുണ്ടായിരുന്നില്ല, കോമഡി പീസായി മാറിയിരിക്കുകയാണ്. വോട്ടുള്ള സ്ഥാനാർത്ഥികൾക്ക് തന്നെ അത് കോമഡി പീസായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് മാത്രമല്ല, ഈ BJP അവരുടെ A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞ മണ്ഡലങ്ങൾ പോലും ഘടകകക്ഷികൾക്ക് കൊടുത്തത് A ക്ലാസ് മണ്ഡലങ്ങളിൽ തന്നെ സീരിയസ് ആയിട്ടാണ് സ്ഥാനാർത്ഥികൾ പ്ലേസ് ചെയ്തെന്നുള്ളൊരു ചോദ്യം. ഇനി സാധ്യതയുള്ള മറ്റു കുറേയധികം മണ്ഡലങ്ങളുണ്ട്. BJP വോട്ട് വർദ്ധിപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ അവരെത്ര സീരിയസ് ആയിട്ട് ആ തെരഞ്ഞെടുപ്പ് കണ്ടു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം, കേരളത്തിലെ BJP നേതൃത്വത്തിനെതിരെ ഉണ്ടായി വന്നിരുന്ന ആ വിശ്വാസം നീക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുമോ, അതല്ല രാജീവ് ചന്ദ്രശേഖറും മറ്റൊരു KJP പ്രസിഡന്റായി മാറുമോ എന്നുള്ള ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ വെളിയിൽ വരിക. അത് വളരെ എക്സിസ്റ്റൻഷ്യലാണ്, കേരളത്തെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം കേരളം RSSന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റാണ്. 1925 മുതൽ തന്നെ RSS ശാഖകളുള്ള ഒരു സംസ്ഥാനമാണിത്. അപ്പോൾ അങ്ങനെ ഒരു സംസ്ഥാനത്ത് വലിയ തോതിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം എന്നുകൂടി ഓർക്കുക. RSS കഴിഞ്ഞ 100 വർഷമായി പണിയെടുക്കുന്ന ഏറ്റവും കൂടുതൽ ശാഖയുള്ള സംസ്ഥാനങ്ങളൊന്നായ കേരളത്തിൽ BJPക്ക് ഒരു തരത്തിലും നേട്ടമുണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് വരുന്നത് RSSനെ സംബന്ധിച്ച് ക്ഷീണമാണ്. അപ്പോൾ അവർ പല രീതിയിൽ പലതരം സമവാക്യങ്ങൾ, പലതരം പരീക്ഷണങ്ങൾ മാറി മാറി പരിശോധിക്കുന്നു. കേരളത്തിലെ പ്രത്യേകമായ ഡെമോഗ്രഫി അനുസരിച്ച് ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ സമുദായം കൂടെ ഇല്ലാതെ ഞങ്ങൾക്ക് ജയിച്ചു കയറാൻ കഴിയില്ല എന്ന് പരസ്യമായി പറഞ്ഞാണ് K. സുരേന്ദ്രൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് ക്രിസ്ത്യൻ മൈനോറിറ്റി അവരെ ആകർഷിക്കാൻ നോക്കിയത്. അത് അട്ടപട്ടലം പൊളിയുന്ന കാഴ്ചയാണ് FCRA ഭേദഗതി നിയമത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു പരീക്ഷണവും പരാജയപ്പെടുന്നു. വാട്ട് നെക്സ്റ്റ് എന്നൊരു ചോദ്യമുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് കുറയുകയാണ്, രാജീവ് ചന്ദ്രശേഖരൻ ഒരു തരത്തിലും ചലനമുണ്ടാക്കാൻ കഴിയുന്നില്ല എങ്കിൽ RSSന്റെ അടുത്ത കേരള പ്രൊജക്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ടി വരും.